അപ്പോൾ ക്ലൈൻറ്റ് മീറ്റിംഗ് കഴിഞ്ഞു, നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ആലോചിക്കുകയാണ്, ഇനി നമ്മൾ എങ്ങനെ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ? സിമ്പിളാണ്. റിസർച്ച്, യൂസർ റിസർച്ച്, അത് തന്നെയാണ് ഫസ്റ്റ് മെത്തേഡ്. യൂസർ റിസർച്ചിൻ്റെ മെയിനായിട്ടുള്ള ഗോളെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസറിൻ്റെ പ്രോബ്ലത്തിനെ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് തന്നെയാണ്. പിന്നെ യൂസറിൻ്റെ ബിഹേവിയർ, അവരുടെ നീഡ്സ്, ഇതാണ് യൂസർ റിസർച്ചിൻ്റെ പരമമായ ലക്ഷ്യം. ഇത് അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുന്നില്ല. മാർക്കറ്റ് റിസർച്ച് ചെയ്യണം, കോമ്പറ്റീറ്റീവ്സിനെ റിസർച്ച് ചെയ്യണം. എന്താണ് മാർക്കറ്റിലുള്ള വേറെ പ്രോഡക്റ്റ് എന്ന് നമ്മൾ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇത് നമ്മുടെ പ്രോഡക്റ്റ് ഡിസൈനിനെ സ്മാർട്ടായിട്ട് ഫാസ്റ്റായിട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഈ സ്റ്റേയ്സിൻ്റെ ഈ ഒരു ആപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന 2 ടൈപ്പ് റിസർച്ചാണ്. ഒന്ന് ക്വാളിറ്റേറ്റീവ് റിസർച്ചും, രണ്ടത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചും. ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് ഫീലിങ്സ്. നമ്മൾ യൂസേഴ്സായിട്ട് ഡയറക്റ്റായിട്ടാണ് നമ്മൾ ഇൻട്രാക്ട് ചെയ്യണത്. അവരുടെ ഫീലിങ്സ്, എക്സ്പീരിയൻസ്, പിന്നെ സ്റ്റോറീസ് നമ്മൾ നേരിട്ട് അവരുമായിട്ട് സംസാരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും. പിന്നെ ഉള്ളത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചാണ്. അത് കൂടുതൽ നമ്മൾ സർവേ ചെയ്യണം. ലാർജ് നമ്പർ ഓഫ് പീപ്പിൾസിൽ നമ്മൾ സർവേ നടത്തും. അതിൽ നിന്ന് കിട്ടുന്ന പോൾസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ഈ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് നമ്മൾ ചെയ്യുന്നത്. ഈ 2 റിസർച്ചും നമുക്ക് ഒരുപാട് ഇൻസൈറ്റ്സ് കിട്ടും. ഇത് നമ്മുടെ ഡിസൈനിനെ കുറച്ചും കൂടെ സ്മൂത്താക്കാൻ വേണ്ടി നമ്മളെ ഗൈഡ് ചെയ്യും. എന്തുകൊണ്ടാണ് റിസർച്ച് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ഡിസൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗസ്സിങ് അല്ല. എന്ത് കാണാൻ കൊള്ളാവുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യുന്നതോ ജസ്റ്റ് ഒരു റാൻഡം ആയിട്ടുള്ള ഗസ് അല്ല യഥാർത്ഥത്തിൽ ഡിസൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. യൂസേഴ്സിൻ്റെ റിയലായിട്ടുള്ള പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു രീതിയാണ് UX ഡിസൈൻ പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതുകൊണ്ടാണ് റിസർച്ച് മോസ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ UX ഡിസൈൻ പ്രോസസ്സ്.